നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ വിവിധ മേഖലകളിൽ സിസ്റ്റം പാടെ തകരാറിലാണ്. സിസ്റ്റത്തിൻ്റെ തകരാറ് പരിഹരിക്കാനുള്ള സമയമൊക്കെ കൈവിട്ടു പോയെന്ന് അറിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങളും അതെങ്ങനെ പൊലിപ്പിച്ച് വോട്ടാക്കണമെന്ന് ആലോചിച്ച് നെട്ടോട്ടം ഓടുന്ന പ്രതിപക്ഷവും. എന്തായാലും 5 വർഷക്കാലം വയറ്റിൽ കത്രികയുമായി നടന്ന ഉഷയ്ക്കിനി ആശ്വസിക്കാം. കത്രിക വിജയകരമായി പുറത്തെടുത്തു കഴിഞ്ഞല്ലോ, അത്രയും സമാധാനം. സിസ്റ്റം തകരാറ് വിവരിച്ചുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. അവധി ദിവസമാണ്, ഞായറാഴ്ചയാണോ ഒക്കെ ശരിയാണ്, പക്ഷേ ഇന്ന് ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ്. വാർത്തകളിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് പ്രധാന തലക്കെട്ടുകൾ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാം. തിരുവനന്തപുരം നെടുമങ്ങാട് പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. സിസേറിയൻ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായെന്ന് കണ്ടെത്തൽ. കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടായിരുന്നുവെന്നും 3 അംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. ആരോഗ്യമേഖലയിലെ അനാസ്ഥയിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. സംസ്ഥാനത്ത് കനത്ത വേനൽ ചൂടിന് ആശ്വാസം. വിവിധ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി പുതിയ ന്യൂനമർദ്ദം. പെരിയാറിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞതോടെ കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിൽ. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്ന് ആശങ്ക. കൊച്ചി മെട്രോ തൂണിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സും അനിമൽ റെസ്ക്യൂ സംഘവും ചേർന്ന് പൂച്ചയെ താഴെ എത്തിച്ചത് പുലർച്ചെ 1:30. പൂച്ചയെ തോപ്പുംപടി മൃഗാശുപത്രിയിലേക്ക് മാറ്റി. നാസയുടെ മനുഷ്യ ചാന്ദ്ര ദൗത്യം ആർട്ടിമിസ് 2 വിക്ഷേപണം ഇനിയും വൈകും. മാർച്ചിൽ തീരുമാനിച്ചിരുന്ന ദൗത്യം നേടുന്നത് റോക്കറ്റിന്റെ സാങ്കേതിക തകരാറിനാൽ. വിക്ഷേപണം ഏപ്രിലിൽ നടന്നേക്കും. T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. സഞ്ജുവിന് ഇന്നും അവസരം ലഭിച്ചേക്കില്ല. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ FC പോരാട്ടം ഇന്ന് കൊച്ചിയിൽ. മത്സരം വൈകിട്ട് 7:30 മുതൽ. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. സിസേറിയൻ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടായിരുന്നുവെന്നും 3 അംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തതിൽ KGMOയെ പ്രതിഷേധം തുടരുകയാണ്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യത കാണുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴയ്ക്ക് കാരണം. ഇന്നലെ വിവിധ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ പെയ്ത് കനത്ത വേനൽച്ചൂടിന് ആശ്വാസമായിരുന്നു. ബുധനാഴ്ച വരെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേനൽ കനത്തതോടെ പെരിയാറിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ഇതോടെ പെരിയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന നിരവധി കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലായി. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്നാണ് ആശങ്ക. എനിക്ക് പിന്നിൽ കാണുന്നത് പാറക്കെട്ടല്ല, 1 മാസം മുമ്പ് വരെ സമൃദ്ധമായി ഒഴുകിയിരുന്ന പെരിയാറാണ്. വരാൻ പോകുന്ന വേനലിന്റെ കാഠിന്യം വ്യക്തമാക്കുന്നതാണ് പെരിയാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇടുക്കിയുടെ പ്രധാന ജലസ്രോതസ്സാണ് പെരിയാർ. കൃഷിക്കും കുടിവെള്ളത്തിനുമെല്ലാം ആശ്രയിക്കുന്നത് പെരിയാറിനെ. മുൻപ് ഏത് കനത്ത വേനലിലും നദി വറ്റി വരളുമായിരുന്നില്ല. എന്നാൽ ഇന്ന് അവസ്ഥ മാറി. വേനലിന്റെ തുടക്കത്തിൽ തന്നെ നീരൊഴുക്ക് നിലച്ചു. ചില കുഴികളിൽ മാത്രമാണ് വെള്ളം അവശേഷിക്കുന്നത്. ഇടുക്കി, കോട്ടയം ജില്ലകളിലായി പെരിയാറിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നത് 50ഓളം കുടിവെള്ള പദ്ധതികൾ. ഇവയെല്ലാം പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ വേനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഫെബ്രുവരി ആയി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം വരെ എന്ന് പറയുന്നത് അതിരൂക്ഷമായ വേനലാണ്. ഈ സമയത്ത് നമ്മുടെ ഈ പെരിയാറിൻ്റെ തീരത്ത് തന്നെ
ഒട്ടനവധിയായ കുടിവെള്ള സ്രോതസ്സുകളുണ്ട്. അത് മുഴുവൻ വറ്റി വരണ്ട് അതിനെ മാത്രം ആശ്രയിക്കുന്ന അവസ്ഥയാണ്. ഞങ്ങളുടെ വീടിന് സമീപം തന്നെ ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് വന്ന് വെള്ളം സംഭരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പോകാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ വെള്ളവും ഈ പെരിയാറിലെ ജലം ഒഴുക്കുകൂടെ നിന്നു കഴിഞ്ഞാൽ അതും നിശ്ചലമാകുന്ന ഒരവസ്ഥയുണ്ട്. പതിവ് തെറ്റിയുള്ള വേനൽ ചൂടാണ് പെരിയാർ ശോഷിക്കാൻ പ്രധാന കാരണം. അതിരുവിട്ട ജലചൂഷണവും മലിനീകരണവും തീരങ്ങളുടെ കയ്യേറ്റവുമെല്ലാം തിരിച്ചടിയായി. മുൻപ് ഏത് വേനലിലും സമൃദ്ധമായി ഒഴുകിയിരുന്ന പെരിയാർ ഇന്ന് ഓർമ്മകളിൽ മാത്രം. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്ന ഉറവച്ചാലുകളാണ് പെരിയാറിനെ പേരിനെങ്കിലും നിലനിർത്തുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. വേനൽ ചൂട് കടുക്കുന്നുണ്ടെങ്കിലും പത്തനംതിട്ടയിലെ അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ തിരക്കൊഴിയുന്നില്ല. കത്തുന്ന വെയിലിൽ നിന്നും രക്ഷ തേടി വനത്തിന്റെ കുളിമയിലേക്കും കല്ലാറിലെ തെളിനീരിലേക്കും എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വേനലിലും വറ്റാത്ത കല്ലാറിലെ കുട്ടവഞ്ചി സവാരിയാണ് സഞ്ചാരികളെ പ്രധാനമായും ആകർഷിക്കുന്നത്. വേനൽ ചൂടിൽ നാട് ചുട്ടുപൊള്ളുമ്പോൾ വനത്തിന്റെ തണലും നദിയുടെ തണുപ്പും തേടി സഞ്ചാരികൾ പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലേക്ക് വണ്ടി തിരിക്കുകയാണ്. അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രമാണ് ഇവിടെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുന്നത്. വനത്തിനുള്ളിലൂടെ ഒഴുകുന്ന കല്ലാറ്റിലെ കുട്ടവഞ്ചി സവാരി വേനൽ ചൂടിനെ മറക്കാൻ മികച്ചൊരനുഭവമാണ് നൽകുന്നത്. അതൊരു ആർട്ടിഫിഷ്യൽ രീതിയിൽ ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഏത് കാലത്ത് വന്നാലും നമുക്കത് എൻജോയ് ചെയ്യാന്നുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടവഞ്ചി ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. കാരണം നമ്മുടെ പ്രകൃതിയുടെ അടുത്ത് നമ്മുടെ ഒരു കല്ലാറിൻ്റെ ഭംഗി നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ തന്നെ അത് കൊണ്ടുപോയി നല്ലൊരു റൈഡായിരുന്നു. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റും. വേനൽക്കാലത്ത് കല്ലാറ്റിൽ ഇത്രയും വെള്ളമുണ്ടെന്ന് കരുതിയല്ല മിക്കവരും എത്തുന്നത്. വനഭംഗി ആസ്വദിച്ച് പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര ഓരോ സന്ദർശകനും അവിസ്മരണീയ അനുഭവമാണ് നൽകുക. നേച്ചറിന് കിട്ടുന്ന ഒരു പ്യുവർ എയറും ഓക്സിജനും എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല ഒരു 20 മിനിറ്റിൻ്റെ ട്രാവലിംഗ് ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. വേനൽ കടുത്തതോടെ കല്ലാറ്റിൽ ജലനിരപ്പ് കുറവാണെങ്കിലും സവാരിക്കത് തടസ്സമാകുന്നില്ല. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ജീവനക്കാരും സജീവമാണ്. വേനലാണെങ്കിലും ശരിക്കും ആൾ വരുന്നുണ്ട്. ഇവിടെ അരമണിക്കൂർ നേരത്തെ റൈഡ് മാത്രമേ ഉള്ളൂ. ലോങ് ഇന്നിപ്പം വെള്ളക്കുറവായതുകൊണ്ട്. കാടിൻ്റെ വന്യതയും ആറിൻ്റെ കുളിർമയും ഒത്തുചേരുന്ന അടവി ഇവിടെ എത്തുന്നവർക്ക് ഒരു നവോന്മേഷമാണ് പകരുന്നത്. കടുത്ത വേനലിലും സഞ്ചാരികളെ ആകർഷിക്കുകയാണ് പത്തനംതിട്ട അടവി ഇക്കോ ടൂറിസവും അവിടുത്തെ കുട്ടവഞ്ചി സവാരിയും. നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത്. ക്യാമറാമാൻ രതീഷ് മാടമ്പിശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. കൊച്ചി മെട്രോ തൂണിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തി. പുലർച്ചെ 1:30 ഫയർഫോഴ്സും അനിമൽ റെസ്ക്യൂ സംഘവും ചേർന്ന് പൂച്ചയെ താഴെ എത്തിച്ചത്. പൂച്ചയെ തോപ്പുംപടിയിലുള്ള മൃഗാശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അശ്വതി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അശ്വതി, എങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ? മണിക്കൂറുകൾ നീണ്ട ഒരു രക്ഷാപ്രവർത്തനമാണ് കൊച്ചി മെട്രോ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് പുലർച്ചെയുമായിട്ടൊക്കെ നടന്നത്. ഇന്ന് പുലർച്ചെ ഏറെ വൈകി 1 മണിയോട് കൂടിയാണ് ഈ പൂച്ചയെ രക്ഷിക്കാനായിട്ട് സാധിച്ചത്. ഇതിൽ ആദ്യഘട്ടത്തിൽ വലിയ വെല്ലുവിളി, മെട്രോ സർവീസ് നടക്കുന്നതിനാൽ ഈ ആളുകൾ ഇതിന് മുകളിലേക്ക് റെസ്ക്യൂ ടീമിന് കയറാനോ മറ്റോ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി മെട്രോ സർവീസ് എല്ലാം അവസാനിച്ച് 11 മണിക്ക് ശേഷം ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു സമയം ക്രമീകരിച്ചത്. ആദ്യഘട്ടത്തിൽ വന്നിരുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മുകളിലേക്ക് പോകുന്ന ക്രെയിനിൽ ചില സാങ്കേതിക തകരാറുകളൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് സാധിക്കാതിരുന്നത്, പൂച്ചയെ പുറത്തെത്തിക്കാൻ സാധിക്കാതിരുന്നത്. മാത്രമല്ല ഈ പൂച്ച പേടിച്ച് ഈ ഗർഡറിൻ്റെ, അതായത് ഈ മെട്രോ പില്ലറിൻ്റെ ഗർഡറിൻ്റെ വിടവിലേക്ക് പോകുന്നതും വലിയ രക്ഷാപ്രവർത്തനത്തിന് വലിയ ദുഷ്കരമായിരുന്നു. പിന്നെ അവിടെ പൂച്ചയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള, രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. അതിലേക്കാണ് ആ പൂച്ച വന്നത്.
മാത്രമല്ല ഈ പൂച്ചയെ രക്ഷിച്ചതിന് ശേഷം ഈ പൂച്ച വളരെ ഭക്ഷണമൊന്നും കഴിക്കാതെ വളരെ അവശ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മൃഗാശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആരോഗ്യനില വളരെ പ്രശ്നമായതിനാൽ പൂച്ചയെ തോപ്പുംപടിയിലെ മൃഗാശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇനി ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിച്ചതിന് ശേഷമായിരിക്കും പൂച്ചയുടെ ആരോഗ്യനില വീണ്ടെടുക്കുക. എന്തായാലും ആളുകൾ വലിയ രീതിയിൽ ഉറ്റുനോക്കിയൊരു സംഭവമായിരുന്നു. അവിടെ തൊട്ടടുത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ സജീവമായിട്ട് ഇതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ഏകദേശം 14 മണിക്കൂർ നീണ്ട ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനം ഫയർഫോഴ്സും അതുപോലെ തന്നെ അനിമൽ റെസ്ക്യൂ ടീമും ഒത്തൊരുമിച്ചുള്ള ഒരു സഹകരണത്തോടെ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂച്ചയെ പുറത്തെടുക്കാനായിട്ട് സാധിച്ചത്. എങ്ങനെയാണ് ഈ പൂച്ച ഇതിന്റെ മുകളിലേക്ക് കയറിയത് എന്നത് കാര്യത്തിൽ പൂർണ്ണമായിട്ടൊരു വ്യക്തതയില്ല. പക്ഷേ ആദ്യഘട്ടത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പൂച്ച പേടിച്ചു പോയതും ഇതിന്റെ ഈ ഗർഡറിന്റെ ഉള്ളിലെ വിടവുകളിലേക്ക് ഇത് മാറിയതുമൊക്കെയാണ് വലിയ ഒരു വെല്ലുവിളിയായിരുന്നത്. ക്രെയിൻ തകരാറിലായതും ഒപ്പം തന്നെ ഈ നഗരത്തിൽ അറിയാം, ഇത് സ്റ്റേഡിയത്തിന് മുൻപിലുള്ള മെട്രോ സ്റ്റേഷനാണ്. അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ അവിടെ വലിയ ഗതാഗത കുരുക്കൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇതിന്റെ രക്ഷാപ്രവർത്തനം 11 മണിയിലേക്ക് പോയത്. വൈദ്യുതി വിച്ഛേദിച്ചു, മെട്രോ സർവീസ് ഒക്കെ അവസാനിച്ചു. അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും 14 മണിക്കൂറാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എടുത്തത്. മാത്രമല്ല വലിയ മാധ്യമശ്രദ്ധ നേടിയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വളരെ സജീവമായിട്ട് ഈ പൂജയെ രക്ഷിക്കണമെന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് വരികയും അവർ ഒപ്പം തന്നെ ഇതിന് ഒപ്പം ഈ രക്ഷാപ്രവർത്തനത്തിലുടനീളം കൂടെ നിൽക്കുകയും ഒക്കെ തന്നെ ചെയ്തു. മായ, അശ്വതിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും നന്നായി ഒരു ജീവൻ രക്ഷിക്കാനായല്ലോ. മെട്രോ തൂണിൽ കുടുങ്ങിയ പൂച്ച, അതിനെ രക്ഷിക്കാൻ ഏറെ സമയമെടുത്തു. പുലർച്ചെയാണ് ഫയർഫോഴ്സും അനിമൽ റെസ്ക്യൂ സംഘവും ചേർന്ന് പൂച്ചയെ താഴെ എത്തിക്കാനായത്. ഏതായാലും പൂച്ചയുടെ ആരോഗ്യസ്ഥിതികളൊക്കെ ഇനി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. തോപ്പുംപടി മൃഗാശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പൂച്ചയെ. മറ്റു വാർത്തകളിലേക്ക്. നാസയുടെ ചാന്ദ്രദൗത്യം ആർടെമിസ് 2 വീണ്ടും പ്രതിസന്ധിയിലാണ്. വിക്ഷേപണ വാഹനമായ SLS റോക്കറ്റിൽ ഹീലിയം ഒഴുക്കിൽ തടസ്സം കണ്ടെത്തി. മാർച്ചിൽ വിക്ഷേപണം ഉണ്ടാവില്ല. പിഴവുകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷമാവും ദൗത്യമെന്നാണ് നാസ അറിയിക്കുന്നത്. അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള നാസയുടെ സ്വപ്ന പദ്ധതിയാണ് ആർടെമിസ് 2. 4 ബഹിരാകാശ യാത്രികർ ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരികെ വരുന്ന പരീക്ഷണ പറക്കലാണ് ഇത്. ബഹിരാകാശ യാത്രികരുമായുള്ള യാത്രയ്ക്ക് റോക്കറ്റും അനുബന്ധ സംവിധാനങ്ങളും തയ്യാറാണോ എന്ന് ഉറപ്പുവരുത്തുന്നതാണ് വെറ്റ് ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന പരിശോധന. രണ്ടാം വെറ്റ് ഡ്രസ് റിഹേഴ്സൽ പരിശോധനയിലാണ് വിക്ഷേപണ വാഹനമായ SLS റോക്കറ്റിൽ ഹീലിയം ഒഴുക്കിൽ തടസ്സം കണ്ടെത്തിയത്. ഇന്റഗ്രിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഓറിയോൺ ക്യാപ്സ്യൂളിലാണ് യാത്രികർ സഞ്ചരിക്കുക. ഓറിയോൺ പേടകത്തെ ചന്ദ്രനിലേക്ക് എത്തിക്കുന്നതിൽ ഈ ഘട്ടം നിർണായകമാണ്. സാങ്കേതിക പിഴവ് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് പാഡിൽ നിന്നും റോക്കറ്റിനെ മാറ്റി അസംബ്ലി യൂണിറ്റിലേക്ക് കൊണ്ടുപോകും. ചന്ദ്രനിലേക്കും പിന്നീട് ചൊവ്വയിലേക്കും മനുഷ്യനെ സ്ഥിരമായി എത്തിക്കാനുള്ള നാസയുടെ ബൃഹത്തായ പദ്ധതിയുടെ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് ആർടെമിസ് 2. ന്യൂസ് ഡെസ്ക് അമൃത TV. സഹകരണ മേഖലയെ പിടിച്ചുലച്ച ബാങ്ക് തട്ടിപ്പിന് ശേഷം തൃശൂർ ഇരിങ്ങാലക്കുട കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ്. 13 അംഗ സമിതിയിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 9 മുതൽ അംഗങ്ങളുടെ വോട്ടിംഗ് ആരംഭിക്കും. തട്ടിപ്പിന് പിന്നാലെ കരുവന്നൂരിൽ ഇതുവരെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബാങ്കിലെ പുതിയ ഭരണസമിതിയെ കണ്ടെത്തി വിഷയം അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബഹിഷ്കരിക്കുകയാണ്. കിഫ്ബിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹിൽ ഹൈവേ റൺ ഇടുക്കിയിലെ കുട്ടിക്കാനത്ത് നിന്നും തുടങ്ങി. ഇടുക്കിയിലെ മലയോര ഹൈവേയുടെ ഭാഗമായ കുട്ടിക്കാനം കട്ടപ്പന പാതയുടെ പൂർത്തീകരണത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഓട്ടം സംഘടിപ്പിക്കുന്നത്. ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മെലിക് സോമനാണ് ഹിൽ ഹൈവേ റൺ നയിക്കുന്നത്. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള 20 കിലോമീറ്റർ ദൂരം മെലിൻ സോമൻ ഓടും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. കോഴിക്കോട് നഗരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ തടയാൻ നഗരത്തിൽ ആധുനിക അഗ്നി സുരക്ഷാ നിലയം ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡ് രംഗത്തെത്തി. രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ നഗരത്തിൽ ഇല്ലാത്തതാണെന്നാണ് ഉയരുന്ന ആരോപണം.
2025 മെയ്യിലാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നടക്കം അത്യാധുനിക അഗ്നിരക്ഷാ വാഹന സ്ഥലത്തെത്തിയാണ് തീയണയ്ക്കാനായത്. സമാനമായ അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജയലക്ഷ്മി സിൽക്സിലും നടന്നത്. ഇതോടെയാണ് ആധുനിക അഗ്നിസുരക്ഷാ നിലയം ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡ് രംഗത്ത് വരുന്നത്. ക്രാഷ് ടെൻഡർ, ഫയർ ട്രക്ക് ഉൾപ്പെടെയുള്ള അഗ്നിശമന ഉപകരണങ്ങളുടെ അടിയന്തര ലഭ്യത ഉറപ്പാക്കണം, സമഗ്രമായ ഫയർ ആൻഡ് സേഫ്റ്റി ഓഡിറ്റുകൾ നടത്തണം, നഗരമധ്യങ്ങളിൽ പ്രത്യേക ഫയർ ആൻഡ് സേഫ്റ്റി കൺട്രോൾ യൂണിറ്റുകൾ സ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡ് ഉന്നയിക്കുന്നുണ്ട്. ആവശ്യമായ സാങ്കേതിക സംവിധാനങ്ങളും ആധുനിക അഗ്നിശമന ഉപകരണങ്ങളും ഇല്ലാത്തതാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമെന്ന് നാഷണൽ ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡ് അംഗം സിറാജുദ്ദീൻ ഇല്ലത്തൊടി പറഞ്ഞു. എയർപോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാഹനം വന്നാൽ മാത്രമേ കോഴിക്കോടുള്ള തീ അണക്കാൻ സാധിക്കൂ എന്നുള്ള സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. കോഴിക്കോടിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വ്യാപാര സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് കൂടുതൽ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ അടിയന്തര തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് നഗരം 20 കൊല്ലം കൊണ്ട് എത്ര കണ്ട് വളർന്നിട്ടുണ്ടോ അതിനനുസരിച്ചുള്ളൊരു സംവിധാനം ഇവിടെ ഫയറിൽ ഉണ്ടാവുന്നില്ല. എയർപോർട്ടിലെ വണ്ടി ഇവിടെ എത്തിക്കാന്നാണ് 8:15 ആ വണ്ടി വന്നത്. കോഴിക്കോടിന് അടുത്ത കാലത്തുണ്ടായ തീപിടുത്തത്തിനൊക്കെ ശമനം വന്നത് ആ വണ്ടി വന്നതേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു വണ്ടി കോഴിക്കോടിന് വേണമെന്നാണ് ഞങ്ങളുടെ വ്യാപാരി സമൂഹത്തിൻ്റെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. മലബാറിന്റെ വികസനത്തിന് കുതിപ്പേകുന്ന പൊന്നാനി കപ്പൽ നിർമ്മാണശാലയുടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ 1000 കോടി രൂപയുടെ പദ്ധതി 10 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുകയാണ് പുരാതന തുറമുഖ നഗരമായ പൊന്നാനിയിൽ കപ്പൽ നിർമ്മാണശാല വരുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി. ഹൈദരാബാദ് ആസ്ഥാനമായ ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിനാണ് ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്നതിനുള്ള കേരള മാരിടൈം ബോർഡിന്റെ ടെൻഡർ ലഭിച്ചത്. പൊന്നാനി ബീച്ചിനോട് ചേർന്ന് മാരിടൈം ബോർഡിന്റെ കൈവശമുള്ള 29 ഏക്കർ ഭൂമി കപ്പൽ നിർമ്മാണശാലയ്ക്കായി വിട്ടു നൽകി. 1000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് കൺസോർഷ്യം ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. കേരളത്തിന്റെ വികസന രംഗത്ത് നാഴികക്കല്ലാവുന്ന കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് MLA P നന്ദകുമാർ പറഞ്ഞു. ചെറുകിട കപ്പലുകൾ നിർമ്മിക്കുന്ന ഒരു ഇത് ആവശ്യമാണെന്ന അടിസ്ഥാനത്തിലും അതിന് സാധ്യത വെച്ചുകൊണ്ട് തന്നെ ആ ടെൻഡർ വിളിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട കമ്പനി, ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനി, അത് ഏറ്റെടുക്കാൻ തയ്യാറായി ടെൻഡർ എടുത്തു. 10 വർഷം കൊണ്ട് 1000 കോടി നിക്ഷേപിക്കലാണ് ഒരു ഉദ്ദേശം. ആദ്യം ചെറിയ വെസൽസ് ചെറിയ രൂപത്തിലേക്ക് സാധനം ഉണ്ടാക്കി ക്രമേണ വലുതിലേക്ക് പോകുന്ന രൂപത്തിലേക്കാണ്. ഒന്നാമത്തെ ഫേസിൽ തന്നെ 200 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ് അവർ. ഒരുപാട് പേർക്ക് തൊഴിലവസര സാധ്യതകളും മറ്റൊക്കെ കിട്ടുന്നതാണ്. പൊന്നാനിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മുഖച്ഛായയ്ക്ക് മാറ്റം വരുന്ന ഒരു വലിയ പദ്ധതിയായിരിക്കും ഇത് വരുന്നത്. ആദ്യഘട്ടത്തിൽ 200 കോടി രൂപ നിക്ഷേപത്തിൽ ചെറിയ കപ്പലുകളാണ് നിർമ്മിക്കുക. 10 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ വലിയ കപ്പലുകൾ ഉൾപ്പെടെ നിർമ്മിക്കാനാകും. ഇതോടെ നേരിട്ടും അല്ലാതെയുമായി 1000-ലേറെ പേർക്ക് തൊഴിലവസരം ലഭിക്കും. കപ്പൽ നിർമ്മാണശാലയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കൺസോർഷ്യത്തിന് 2 ഡോക്കിംഗ് ഡഗ് ഓർഡറുകൾ ലഭിച്ചത് വലിയ ആവേശമായിട്ടുണ്ട്. എന്നാൽ നേരത്തെ തുറമുഖം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ട പൊന്നാനിയിൽ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഈ പദ്ധതിയെങ്കിലും യാഥാർത്ഥ്യമായെങ്കിൽ എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, മലപ്പുറം. ഓർത്തഡോക്സ് സഭയുടെ സഹോദരൻ ജീവകാരുണ്യ പദ്ധതിയുടെ 4ാം വാർഷിക ആഘോഷങ്ങൾ നിരണം സെന്റ് മേരീസ് വലിയ പള്ളിയിൽ ഇന്ന് നടക്കും. സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ പൗരോഹിത്യ കനക ജൂബിലിയോടനുബന്ധിച്ച് പൂർത്തീകരിക്കുന്ന 100 ഭവനങ്ങളിലെ ഫണ്ട് ശേഖരണം ചടങ്ങിൽ വെച്ച് നടക്കും. ചടങ്ങ് കാത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. നിരണം ഭദ്രസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസ്റ്റമോസ് മെത്രോപൊലിത്ത അധ്യക്ഷത വഹിക്കും. മാർത്തോമ സഭ സബ്രഹൻ മെത്രോപൊലിത്ത ഡോക്ടർ യുയാക്കീം മാർ കുറിലോസ് മുഖ്യപ്രഭാഷണം നടത്തും. പദ്ധതിയിലൂടെ 4 വർഷത്തിനിടെ നാനാജാതി മതസ്ഥരായ ആളുകൾക്കായി 21 കോടി രൂപയുടെ സാമ്പത്തിക സഹായം വിതരണം ചെയ്തതായി സഭാ നേതൃത്വം അറിയിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ വായനാ മത്സരമായ ഓക്സ്ഫോർഡ് ബിഗ് റീഡിൽ
ദേശീയ തലത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് എറണാകുളം സ്വദേശിനിയായ കല്യാണി എസ് നായർ. ഗ്ലോബൽ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കല്യാണി. അന്താരാഷ്ട്ര മത്സരത്തിൽ ഈ മിടുക്കി ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഒരു വർഷം മുൻപാണ് കല്യാണി പുസ്തക വായനയെ ഗൗരവമായി എടുക്കുന്നത്. പതുക്കെ പുസ്തകങ്ങളോട് വലിയ ഇഷ്ടമായി. 2177 സ്കൂളുകൾ പങ്കെടുത്ത ദേശീയതല മത്സരത്തിലാണ് ഈ മിടുക്കി 1ാം സ്ഥാനത്തെത്തിയത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നൽകിയ പട്ടികയിൽ നിന്നും ഒരു പുസ്തകം തിരഞ്ഞെടുത്ത് വായിച്ച് അതിനെക്കുറിച്ച് എഴുതുക എന്നതായിരുന്നു മത്സരം. എൻ്റെ അമ്മയാണ് എൻകറേജ് ചെയ്തത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. I was reluctant at first, but then I entered the competition and I sent my entry. They gave us a list of books. അതിന്ന് കുറേ ക്ലാസിക്സ് ആയിരുന്നു. അതിന്ന് ഒരു ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ റിവ്യൂ എഴുതണമായിരുന്നു. I chose Pride and Prejudice, a timeless classic by Jane Austen. ഞാൻ ഒരു വർഷമായിട്ടുള്ള റീഡിങ് തുടങ്ങിയിട്ട്. So I saw a few books from YouTube and I was like, oh, I'm interested in it. അതുകൊണ്ട് അത് വായിച്ച് then I gradually developed. അമ്മ ശ്രീലക്ഷ്മിയാണ് കല്യാണിയുടെ ഏറ്റവും വലിയ കരുത്ത്. വായനയിലേക്ക് കൈപിടിച്ച് കയറ്റിയതും അമ്മ തന്നെ. ഫിക്ഷനുകൾ വായിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കല്യാണി യൂറോപ്പ് പശ്ചാത്തലമാക്കിയുള്ള നോവലിന്റെ പണിപ്പുരയിലാണ്. ഫ്രീ ടൈം ഉള്ളപ്പോൾ I like to research on psychology. അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു. കാരണം ഈ സിനിമയിലും ഈ ബുക്സിലൊക്കെ കാണുമ്പോൾ I also read thrillers, so that encouraged me to explore more on psychology. അപ്പോൾ ആ ഒരു ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറുപ്പം മുതലേ അമ്മ ഭയങ്കര സ്മാർട്ടാണ് ആക്ടിവിറ്റീസിൽ എല്ലാം. Like she was top and I think I've gotten a few of her traits. സ്കൂൾ നാടകങ്ങൾക്ക് തിരക്കഥ എഴുതിയും വായനയ്ക്ക് കൂടുതൽ സമയം ചെലവഴിച്ചും സാഹിത്യരംഗത്ത് ഇടം കണ്ടെത്തുകയാണ് കല്യാണി. ശ്രീലക്ഷ്മി അനുശങ്കർ ദമ്പതികളുടെ ഏക മകളാണ് ഈ മിടുക്കി. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കി ശങ്കരപാണ്ഡ്യ മേട്ടിലെ അനധികൃത നിർമ്മാണത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്ന് ആരോപിച്ച് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള വിജിലൻസിൽ പരാതി നൽകിയിരിക്കുകയാണ്. സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതും സർവേ നടപടികൾ നിർത്തിയതും ഇതിന് തെളിവാണ്. ചക്രമുടിയിലെ കയ്യേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയവർ തന്നെയാണ് ശങ്കരപാണ്ഡ്യ മെട്ടിലും അനധികൃത നിർമ്മാണം നടത്തുന്നത്. ഇടുക്കി രാജകുമാരി വില്ലേജിലെ ശങ്കരപാണ്ഡ്യൻമെട്ടിലെ അനധികൃത റോഡ് നിർമ്മാണത്തിനെതിരെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇതിനുശേഷവും നിർമ്മാണം തുടർന്നു. ഈ സാഹചര്യത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ അടക്കം പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീൻ കെയർ കേരള രംഗത്തെത്തിയിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പരാതി ഉയർന്നെങ്കിലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. പിന്നീട് മാധ്യമ വാർത്തകളെ തുടർന്ന് രാജകുമാരി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഇവിടെ സർവേ നടത്താനും തീരുമാനിച്ചു. എന്നാൽ ഇപ്പോൾ സർവേ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. റെഡ് സോണിൽപ്പെട്ട ഈ ശങ്കരപാണ്ഡ്യമേട്ട് കുത്തനെ ചരിഞ്ഞ സ്ഥലമാണ്. ഇവിടെയെല്ലാം യന്ത്രങ്ങൾ ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും റോഡും വെട്ടി അതിനുശേഷം പഞ്ചായത്തുകാരുടെ ഒത്താശയോടെ ആദ്യം വില്ലേജുകാരുടെ ഒത്താശ ചെയ്യും. അതിനുശേഷം വലിയ കെട്ടിടങ്ങളിൽ ഇവർ പണിയും. അപ്പോഴത്തേന് ഏതെങ്കിലും വലിയ മഴയത്ത് ഇടിഞ്ഞ് താഴേക്ക് വന്നാലും അവിടെ താഴെ മഞ്ഞക്കുഴി ആദിവാസി ഉന്നതിയാണ്. ഇതെല്ലാം മൂടപ്പെട്ടു പോയാലും ഇവർക്കൊന്നും വിഷയമില്ല. ഇവർക്കെല്ലാം തൽക്കാലം ഇവരുടെ കീശ വീർപ്പിച്ചാൽ മതി. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനും ഇടുക്കി ജില്ലാ കളക്ടർ, ദേവികുളം സബ് കളക്ടർ, ഉടുമ്പൻചോല തഹസിൽദാർ എന്നിവർക്കും ഗ്രീൻ കെയർ കേരള പരാതി നൽകി. അമൃത ന്യൂസ്, ഇടുക്കി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിലുള്ള അമൃതശ്രീ സ്വാശ്രയ സംഘങ്ങളിലെ വനിതകൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ 4 ഇടങ്ങളിലായാണ് വസ്ത്രവിതരണം സംഘടിപ്പിച്ചത്. ചിറയൻകീഴ് താമരക്കുളം മാതാ അമൃതാനന്ദമയി ആശ്രമം, കഴക്കൂട്ടം ചന്തവിള, പാച്ചല്ലൂർ കയർ സഹകരണ സംഘം ഹാൾ, പൂന്തറം ശ്രീ ശാസ്താക്ഷേത്രം ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി 3000-ഓളം അമൃതശ്രീ അംഗങ്ങൾക്കാണ് സാരി വിതരണം ചെയ്തത്. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരിയും മഠത്തിലെ ബ്രഹ്മചാരിണിമാരും വസ്ത്രവിതരണത്തിന് നേതൃത്വം നൽകി. ഇങ്ങനെ ഒരു അമ്മക്ക് ഈ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല അമ്മ. ഇനി ഉണ്ടാവുകയും വേണ്ട. എൻ്റെ അമ്മയെ ഞാൻ ഉയരോട് അമ്മച്ചിയുടെ അരിയെ വന്ന് ഞാൻ അനുഗ്രഹം വായിച്ച മോളാണ് ഞാൻ. കേട്ടമ്മ, എല്ലാവർക്കും എല്ലാം വന്നവർക്കൊക്കെ ആശീർവാദവും അനുഗ്രഹവും കൊടുത്ത് രക്ഷിക്കണേ അമ്മച്ചി. അമ്മച്ചി രക്ഷിക്കണം അമ്മ. എന്നെ നമുക്കറിയാം, എനിക്ക് അനുഭവം കിട്ടിയോണ്ട് ഞാൻ പറയണം. ഞങ്ങൾക്ക് അമ്മയെ കൊണ്ടുവെക്കണ സഹായമൊക്കെ ഞങ്ങൾക്ക് തരും.
സഹകരിക്കുകയൊക്കെ ചെയ്യാണ്. ആശുപത്രി കേസിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്യും. പിന്നെ ഡ്രസ്സ്, പിന്നെ വർഷത്തിലൊരു 1500 രൂപ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 10 വർഷമായിട്ട് മുടങ്ങാതെ അമ്മ നമുക്ക് പിന്നെ സാമ്പത്തിക സഹായം തരുന്നുണ്ട്, ഭക്ഷ്യക്കിറ്റ് തരുന്നുണ്ട്, പിന്നെ വസ്ത്രദാനം തരുന്നുണ്ട്, പിന്നെ ആരോഗ്യപരമായിട്ടുള്ള പിന്നെ ഹോസ്പിറ്റൽ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം തരുന്നത് കൂടാതെ അമ്മയിൽ നിന്ന് നമുക്ക് ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല മനഃശാന്തിയും അതാണ് മെയിനായിട്ടുള്ളത്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ അമൃതശ്രീയിൽ 15,000-ഓളം സംഘങ്ങളും 2.5 ലക്ഷത്തിലധികം അംഗങ്ങളുമുണ്ട്. എല്ലാ സംഘങ്ങൾക്കും പ്രവർത്തന മൂലധനവും വസ്ത്രവും മഠം നൽകി വരുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ട്രിവാൻഡ്രം ക്ലബ് ഫിലിം കളക്റ്റീവിന് തുടക്കമായി. ക്ലബ്ബ് അംഗങ്ങളുടെ സിനിമകൾ പ്രദർശിപ്പിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. മെറിലാൻഡ് സ്റ്റുഡിയോ സ്ഥാപകൻ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഹൃദയം ഒരു ക്ഷേത്രം എന്ന സിനിമയായിരുന്നു ഉദ്ഘാടന ചിത്രം. ട്രിവാൻഡ്രം ക്ലബിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ സിനിമകൾ കോർത്തിണക്കിയാണ് ട്രിവാൻഡ്രം ക്ലബ് ഫിലിം കളക്റ്റീവ് എന്ന ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ട്രിവാൻഡ്രം ക്ലബിലെ ധാരാളം അംഗങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ളവരാണ്. ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, മ്യൂസീഷ്യൻസ് ഉണ്ട്, പല മേഖലയിലുള്ളവരുമുണ്ട്. അവരുടെ എല്ലാം സിനിമകളെ കോർത്തിണക്കി ഞങ്ങളൊരു ഫെസ്റ്റിവൽ തുടങ്ങണമെന്നുള്ള ഒരു പദ്ധതിയാണ്. ക്ലബിൻ്റെ ചരിത്രത്തിൽ അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. തിരുവനന്തപുരം വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിൽ നടന്ന ചടങ്ങിൽ സൂര്യകൃഷ്ണമൂർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബിലെ സീനിയർ മെമ്പറായ BKN പിള്ള, മെറിലാൻഡ് സ്റ്റുഡിയോയുടെ സ്ഥാപകനായിരുന്ന പി സുബ്രഹ്മണ്യത്തിന്റെ മകൻ S കാർത്തികേയൻ, സംവിധായകനും നടനുമായ വിജി തമ്പി, നടൻ മധുവിന്റെ മകൾ ഉമ, ട്രിവാൻഡ്രം ക്ലബ് സെക്രട്ടറി D സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. സിനിമാ മേഖലയിലെ അതികായനായിരുന്ന പി സുബ്രഹ്മണ്യൻ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഹൃദയമൊരു ക്ഷേത്രം എന്ന സിനിമയായിരുന്നു ട്രിവാൻഡ്രം ക്ലബ് ഫിലിം കളക്റ്റീവിലെ ആദ്യ പ്രദർശന ചിത്രം. നടൻ മധുവിന്റെയും മെറിലാൻഡ് സ്റ്റുഡിയോ സ്ഥാപകൻ പി സുബ്രഹ്മണ്യന്റെയും അടുത്ത ബന്ധുക്കളും പരിപാടിയുടെ ഭാഗമായി. നടനും MLA-യുമായ മുകേഷ്, നടൻ മണിയൻപിള്ള രാജു, വിജി തമ്പി, സൂര്യകൃഷ്ണമൂർത്തി, D സന്തോഷ് കുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ J ഷാഹിദയെയും കേസിൽ പ്രതി ചേർക്കും. ശസ്ത്രക്രിയ യൂണിറ്റിലുണ്ടായിരുന്ന ഹെഡ് നഴ്സ് PS ധന്യ ഉൾപ്പെടെ ഒപ്പമുണ്ടായിരുന്നവരെയും പ്രതി ചേർക്കാൻ ഒരുങ്ങി അന്വേഷണ സംഘം. ഉഷയുടെ ചികിത്സാ രേഖകളും സംഘം പരിശോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അജയ്നാഥ് ചേരുകയാണ്. അജയ്, ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുണ്ടല്ലോ ഷാഹിദയ്ക്കെതിരെ കേസുണ്ടായിരുന്നില്ല, പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഒന്നുമില്ലായിരുന്നു. അവരെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് കാര്യങ്ങൾ മാറുകയാണ്. ഇനിയിപ്പോൾ അവരെയും പ്രതി ചേർക്കുമെന്ന് അറിയുന്നു. എങ്ങനെയാണ് അന്വേഷണ സംഘം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മായ, ഈ വിഷയം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പരിശോധന നടത്തുകയും മെഡിക്കൽ സൂപ്രണ്ട് ഉൾപ്പെടെ ഡോക്ടർ ഷാഹിദ് ഉൾപ്പെടെയുള്ള സംഘമാണ് ഈ ശസ്ത്രക്രിയ നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ നിന്ന് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് കേസെടുക്കുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടം എന്ന നിലയിൽ പോലീസ് കേസെടുക്കുന്നത് ഈ യൂണിറ്റിന്റെ ഹെഡായിരുന്ന ഈ ലളിതാംബിക്കെതിരെയായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലും വലിയൊരു ആശങ്ക നിലനിന്നിരുന്നത് എന്തുകൊണ്ടാണ് സർജറിക്ക് നേതൃത്വം നൽകിയ സർജറി നടത്തിയിരുന്ന ഡോക്ടർക്കും നേഴ്സിനും എതിരെ കേസെടുക്കാത്തത് എന്നൊരു വലിയ ചോദ്യചിഹ്നം ഉയർന്നിരുന്നു. അപ്പോൾ പോലീസ് പറഞ്ഞിരുന്ന ന്യായം എന്ന് പറയുന്നത് പരാതി വന്നിരുന്നത് ഈ ലളിതാംബികയുടെ പേരിൽ മാത്രമാണ് എന്ന ന്യായമായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. പോലീസ് ഇപ്പോൾ പറയുന്നത് ഉഷയുടെ ബന്ധു നൽകിയ പരാതിയിൽ പ്രധാനമായും പേര് നൽകിയിരിക്കുന്നത് ലളിതാംബികയുടെ മാത്രമാണ് പേര് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഉഷയുടെ മൊഴിയെടുക്കുന്ന ഘട്ടത്തിലാണ് കൂടുതൽ ഡോക്ടർമാരിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ ഉഷയുടെ ഭാഗത്ത് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഹിദ് ഉൾപ്പെടെയുള്ള
ഉൾപ്പെടെയുള്ള ഈ ധന്യ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 8ഓളം പേരുടെ പേര് കൂടി ഈ പ്രതിപ്പട്ടികയിലേക്ക് ഉൾപ്പെടുത്തും എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഉഷയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി ഉഷയുടെ ഈ ചികിത്സ സംബന്ധിക്കുന്ന കേസ് ഷീറ്റ് ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അന്വേഷണ സംഘം ഇതുമായി കൂടുതൽ പരിശോധനയുമായി മുന്നോട്ട് പോകും. കേസുമായി കൂടുതൽ വിശദമായ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഈ ശസ്ത്രക്രിയയിൽ ഉൾപ്പെട്ടിരുന്ന ശസ്ത്രക്രിയ നടത്തിയ ധന്യ ഉൾപ്പെടെയുള്ള ഷാഹിദ് ഉൾപ്പെടെയുള്ള ധന്യ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ഈ കേസിൽ പ്രതിയാകുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. അമ്പലപ്പുഴ പോലീസ് എന്തായാലും ഈ കണ്ടെത്തിയ കത്രി ഈ മെഡിക്കൽ ഉപകരണം ഉൾപ്പെടെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഈ കേസിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. മായ. ശരി, അജയ്നാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അർബുദ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് എറണാകുളം കളമശ്ശേരി യാഥാർത്ഥ്യമായ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ. കിഫ്ബി ഫണ്ടിൽ നിന്ന് 449 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിനെ ആശ്രയിച്ചിരുന്ന മധ്യ കേരളത്തിലെ ക്യാൻസർ രോഗികളുടെ യാത്രാ ദുരിതങ്ങൾക്കും ഇതോടെ അറുതി വന്നു. ക്യാൻസർ സെന്ററിന് പുറമെ നിരവധി പദ്ധതികൾക്കും കിഫ്ബി സഹായം ലഭിച്ചിട്ടുണ്ട്. പൊതുജനാരോഗ്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പുതിയൊരു അധ്യായം തുറന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ തുറന്നത്. 12.63 ഏക്കറിൽ 63 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ 9 നിലകളിലായാണ് ക്യാൻസർ ചികിത്സാരംഗത്ത് ആരോഗ്യ കേരളത്തെ അടയാളപ്പെടുത്തുന്ന ക്യാൻസർ റിസർച്ച് സെന്റർ ഉള്ളത്. ചികിത്സാരംഗത്തെ ഭാവിയിലെ മുന്നേറ്റങ്ങൾ കൂടി മുന്നിൽ കണ്ടുള്ളതാണ് അത്യാധുനിക ചികിത്സാ കേന്ദ്രം. മധ്യ കേരളത്തിലെയും മലബാർ മേഖലയിലെയും രോഗികൾക്ക് അന്താരാഷ്ട്ര സൗകര്യങ്ങളിലുള്ള ചികിത്സ കുറഞ്ഞ ചെലവിൽ ഇനി കൊച്ചിയിൽ സാധ്യമാകും. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടുന്നവർക്കും കൂടുതൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾക്കായി യാത്രാക്ലേശങ്ങളില്ലാതെ ഇവിടെ എത്താനാകും. ബഡ്ജറ്റിനു പുറമെ ധനസ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പദ്ധതികൾ വേഗത്തിൽ യാഥാർത്ഥ്യമാകാൻ കഴിയൂ. ഇതാണ് കിഫ്ബിയിലൂടെ സാധ്യമായതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൊച്ചി ക്യാൻസർ സെന്റർ സാധ്യമായത് കിഫ്ബി എന്നൊരു സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഒരു ബഡ്ജറ്റിലൂടെ ഒരു സ്ഥാപനത്തിന് നൽകാൻ കഴിയുന്ന പണത്തിന് പരിമിതിയുണ്ട്. ആ ഘട്ടത്തിലാണ് 462 കോടി രൂപ ചെലവഴിക്കുന്ന കൊച്ചി ക്യാൻസർ സെന്റർ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. നേരത്തെ കല്ലിട്ട് പോയെങ്കിലും ഒന്നും നടക്കാത്തൊരു സ്ഥാപനമാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിവേഗതയിൽ പൂർത്തീകരിച്ച് നമുക്ക് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സങ്കീർണമായ ചികിത്സകൾക്കായി 12 ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇവിടെയുണ്ട്. 16 ലിഫ്റ്റുകളാണ് ക്യാൻസർ സെന്ററിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചികിത്സാ രംഗത്തെ ഭാവിയിലെ മുന്നേറ്റങ്ങൾ കൂടി മുന്നിൽ കണ്ട് റോബോട്ടിക് സർജറി സംവിധാനം, AI സാങ്കേതിക വിദ്യകളെ കൂടി പ്രയോജനപ്പെടുത്തുന്നതാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ. മലബാർ ക്യാൻസർ സെന്ററും തിരുവനന്തപുരത്തും ക്യാൻസർ സെന്ററുകളും ഉള്ളപ്പോൾ മധ്യ കേരളത്തിൽ നിന്നും ആളുകൾ യാത്ര ചെയ്ത് ഇത്തരം ദുരിതമനുഭവിക്കുന്ന ആളുകൾ യാത്ര ചെയ്ത് പോകുന്ന ഒരു സാഹചര്യത്തെ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു പദ്ധതിയെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് ജസ്റ്റിസ് കൃഷ്ണയ്യറും MK സാനും പി രാജീവും അടക്കം മുൻകൈയെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്യാൻസർ സെന്ററിന് ഇവിടെ ഒരു സാഹചര്യം ഒരുങ്ങിയത്. അത് കിഫ്ബി പദ്ധതി വഴിയാണ്. ഏതാണ്ട് 400 കോടി രൂപയുടെ വലിയൊരു പദ്ധതി എന്ന നിലയിലേക്ക് കിഫ്ബിയുടെ ഈ പദ്ധതി വഴി ഈ ക്യാൻസർ സെന്റർ ഇവിടെ വന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാടേറെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. ഈ ക്യാൻസർ എന്നുള്ളത് മാരകമായൊരു സംഗതിയാണെങ്കിലും അതിൻ്റെ ദുരിതം കേരളത്തിൽ നന്നായി തന്നെ അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും അത്തരത്തിൽ രോഗം വരുന്ന ആളുകൾക്ക് ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക എന്നുള്ളത് ഈ കിഫ്ബി വഴി ഈ സർക്കാർ നടപ്പിലാക്കിയ വലിയ ഒരു ഉപകാരപ്രദമായ ഒരു കാര്യമായിട്ടാണ് എനിക്കതിൽ നിന്നും മനസ്സിലാവുന്നത്. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്കാനിംഗ്, റേഡിയേഷൻ ഉപകരണങ്ങളും കൊച്ചിൻ ക്യാൻസർ സെന്ററിലുണ്ട്. 10,000 ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണ് ലാബ്. ഗ്രീൻ ബിൽഡിംഗ് പദവിയുള്ളതാണ് ഈ അത്യാധുനിക ചികിത്സാ കേന്ദ്രമെന്നതും പ്രത്യേകതയാണ്.
കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉടൻ ഉദ്ഘാടനത്തിന് സജ്ജമാവുകയാണ്. അത്യാധുനിക സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഇതിനെല്ലാമായി 400 കോടിയോളം രൂപയാണ് കിഫ്ബി ചിലവഴിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അതിന്റെയും ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. 400 കോടി രൂപയിലധികം കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടാണ് ആ പദ്ധതി പൂർത്തീകരിച്ചത്. എറണാകുളം ജില്ലയിലെ തന്ത്രപ്രധാന മേഖലയാണ് കളമശ്ശേരി. ദേശീയ അന്വേഷണ ഏജൻസിയുടെ മുഖ്യ കാര്യാലയം, നിർദ്ദിഷ്ട ഹൈക്കോടതി സമുച്ചയം എല്ലാം കളമശ്ശേരിയിലാണ് ഉൾപ്പെടുന്നത്. നാട് വികസിക്കുമ്പോൾ ഗതാഗത സംവിധാനങ്ങളുടെ വികസനവും അത്യാവശ്യമാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെയും കൊച്ചി തുറമുഖത്തെയും ബന്ധിപ്പിക്കുന്ന എയർപോർട്ട് സീപോർട്ട് റോഡും യാഥാർത്ഥ്യമാകുമ്പോൾ കളമശ്ശേരിയുടെ മുഖച്ഛായ മാറും. സീപോർട്ട് എയർപോർട്ട് റോഡിനും കിഫ്ബി സഹായമുണ്ട്. 2003 ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം വഴിമുട്ടി നിന്ന സീപോർട്ട് എയർപോർട്ട് റോഡ് ഇപ്പോൾ വീണ്ടും HMTയുടെയും NIDയും സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നിർമ്മാണം മുന്നോട്ട് പോവുകയാണ്. കേന്ദ്രത്തിൽ 8 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിട്ടും ഇവിടുത്തെ MLA പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് പോലും HMTയിൽ നിന്ന് NIDയിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും സീപോർട്ട് എയർപോർട്ടിനോട് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ആ സ്ഥലം സങ്കീർണതകളെല്ലാം ഒഴിവാക്കി നമ്മൾ ഏറ്റെടുത്തു. അതിനുശേഷം NID മുതൽ മഹിളാലയം വരെയുള്ള റോഡിനുള്ള 560 കോടി രൂപ അത് ഏറ്റെടുക്കുന്നതിനുള്ള പണവും കിഫ്ബി ഫണ്ട് വഴിയാണ് വിനിയോഗിച്ചിട്ടുള്ളത്. ഇന്ന് കളമശ്ശേരി വളരെയേറെ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണത്. രാവിലെ ആണെങ്കിലും വൈകുന്നേരങ്ങളിലാണെങ്കിലും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പറഞ്ഞ സീപോർട്ട് എയർപോർട്ട് റോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ കളമശ്ശേരി കൂടിയുള്ള യാത്രാ സുഗമമാകുന്നതിന് അതൊരു ഇടയാക്കും. കാരണം കുറേയേറെ വാഹനങ്ങൾ ആ സീപോർട്ട് എയർപോർട്ട് വഴി തിരിഞ്ഞു പോകുമ്പോൾ ഇടപ്പള്ളി ആലുവ ഭാഗത്തേക്കുള്ള ആ ഒരു യാത്ര കുറേയും കൂടി സുഗമമാക്കാനായിട്ട് ആ റോഡുകളുടെ വികസനം സാധ്യമാകുന്ന സംഗതിയാണ്. അതും ഈ പറഞ്ഞ കിഫ്ബി ഫണ്ട് വഴി തന്നെയാണ് വിനിയോഗിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഇനിയും ഭാവിയിൽ വരാൻ പോകുന്ന സംഗതി. ഇപ്പോൾ ഹൈക്കോർട്ടടക്കം കോടതികളിലെ കേന്ദ്രം കളമശ്ശേരിയിലേക്ക് മാറുന്നൊരു സ്ഥിതിവിശേഷം വരുമ്പോൾ വാഹനപ്പെരുപ്പം കൂടുന്നൊരു സ്ഥിതി ഉണ്ടാവും. അതിനൊക്കെ ഈ പറഞ്ഞ സീപോർട്ട് എയർപോർട്ടിൻ്റെ വികസനം അത് കുറേയും കൂടി ഗുണകരമാവും. ഒപ്പം തന്നെ ഈ പറഞ്ഞ ഹൈക്കോടതി അടക്കമുള്ള സമുച്ചയങ്ങൾ വരുന്നതും കിഫ്ബി ഫണ്ടിൻ്റെ തന്നെ വിനിയോഗം കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ സെന്ററിനും കൊച്ചി സർവകലാശാലയുടെ വിവിധ പദ്ധതികൾക്കും കിഫ്ബി ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികളടക്കം പഠനത്തിനെത്തുന്ന സർവകലാശാലയുടെ യശസ് ഉയർത്തുന്നതിനായി വികസനങ്ങൾ പുരോഗമിക്കുകയാണ്. കിഫ്ബിയുടെ കൈത്താങ്ങിൽ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പുതിയതായി വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ഇന്നോവേഷൻ സെന്റർ, വിദേശ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ എന്നിവ നിർമ്മിച്ചത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ്. ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണാൻ കിഫ്ബി പദ്ധതികൾക്കായി കുന്നുകര കരുമാലൂർ കുടിവെള്ള പദ്ധതിയും കിഫ്ബിയിലാണ് യാഥാർത്ഥ്യമായത്. കൊച്ചി സർവകലാശാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഒരു സർവകലാശാലയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം സർക്കാരിൻ്റെ പണം ലഭിച്ചിട്ടുള്ളത് ഈ കിഫ്ബി സംവിധാനം ഉള്ളതുകൊണ്ടാണ്. ഇന്നൊവേഷൻ സെൻറ്ററും ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലും അതുപോലെ തന്നെ ക്ലീൻ റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞതും ഈ ഫണ്ട് ഉള്ളതിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ടാണ്. അങ്ങനെ നാടിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കുന്നുകര കരുമാലൂർ കുടിവെള്ള പദ്ധതി 53 കോടി രൂപയാണ് കിഫ്ബി ആ പദ്ധതിക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണവും അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ മുന്നോട്ട് കുതിക്കുന്നതിൽ കിഫ്ബി എന്ന സംവിധാനം വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രത്തിന്റെ ഭാഗമാണ്. വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ബഡ്ജറ്റിന് പുറമെ കിഫ്ബി ഉള്ളത് കേരളത്തെ എല്ലാ മേഖലയെയും വികസന വഴിയിൽ എത്തിക്കുകയാണ്. അതിവേഗതയിൽ വികസിക്കുന്ന കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി രൂപീകരിക്കുന്നതിന് 1710 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. 1700 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് ആ പദ്ധതിക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ എന്നും കടലിരമ്പുമ്പോൾ ചെറിയ മഴ പെയ്യുമ്പോഴെല്ലാം ആശങ്കയോടുകൂടി ജീവിക്കാൻ നിർബന്ധിതരായിരുന്ന ചെല്ലാനം നിവാസികൾക്ക് അടച്ചുറപ്പോടെയുള്ള സംവിധാനം നിർമ്മിച്ചു നൽകുന്നതിനാണ് ചെല്ലാനം കടൽ ഭിത്തി എന്നുള്ള സംവിധാനം. അതിനുവേണ്ടി 360ഓളം കോടി രൂപ ആദ്യഘട്ടത്തിൽ നീക്കിവെച്ചു. അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇപ്പോൾ 400 കോടി രൂപയിലധികം അടുത്ത 6.2 കിലോമീറ്ററിന് വേണ്ടി സർക്കാർ കിഫ്ബി ഫണ്ട് വഴിയാണ് അനുവദിക്കുന്നത്. ഏതാണ്ട് കേരളത്തിലെ 90,000 കോടി രൂപ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കിഫ്ബി വഴി സർക്കാർ ചെലവഴിച്ചു. അതിൽ നല്ലൊരു പങ്കും
ഈ മണ്ഡലത്തിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് പി രാജീവ് മന്ത്രിയായതിനു ശേഷം നല്ല നിലയിൽ തന്നെ ഇവിടെ പ്രവർത്തനത്തിന് കിഫ്ബി ഫണ്ടും വിനിയോഗിച്ചിട്ടുണ്ട്. അത് സ്കൂളിൻ്റെ കാര്യത്തിലാണെങ്കിലും ആശുപത്രികളുടെ കാര്യത്തിലാണെങ്കിലും പാലങ്ങളുടെ കാര്യത്തിലാണെങ്കിലും റോഡുകളുടെ കാര്യങ്ങളിലൊക്കെ തന്നെയും മികച്ച തോതിൽ തന്നെ ഈ കിഫ്ബി ഫണ്ട് വിനിയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പുതിയ പദ്ധതികൾക്ക് പുറമെ മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾക്കാണ് കിഫ്ബി പുതുജീവനേകിയത്. നവകേരള നിർമ്മിതിക്ക് കൈത്താങ്ങാകുകയാണ് കിഫ്ബി. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ പുതുകേരളത്തെയാണ് പടുത്തുയർത്തുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനി സെൻട്രൽ മാഗസിനാണ്. വേനലിൽ വിടരുന്ന ബോഗൻവില്ല വിശേഷങ്ങളാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ. വീടുകളിലും വിപണിയിലും ബോഗൻവില്ല ചെടികൾ ഇപ്പോൾ താരമാണ്. നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനുഷ്യരുടെ കൂട്ടത്തിൽ മാത്രമല്ല, ചെടികളുടെ കൂട്ടത്തിലും കരുത്തുറ്റ പോരാളികളുണ്ട്. പൂച്ചെടികളുടെ കൂട്ടത്തിലെ അത്തരത്തിലുള്ളൊരു പോരാളിയാണ് ബുഗൻവില്ല. വേനലിനോട് പടവെട്ടി വസന്തോത്സവം തീർക്കുന്നവൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം ബുഗൻവില്ല ഇപ്പോൾ വീട്ടിലും വിപണികളിലും താരമാണ്. വേനലിൽ ചിരിക്കുന്ന ബുഗൻവില്ല വിശേഷങ്ങളാണ് ഇത്തവണത്തെ സെൻട്രൽ മാഗസിനിൽ. പിശുക്കില്ലാതെ വാരിക്കോരി വസന്തം വിതറുന്ന, എത്ര വിടർന്നിട്ടും മടുപ്പില്ലാത്ത ബോഗൻവില്ല ഒരു പ്രത്യേക ജനസിൽപ്പെട്ട പൂച്ചെടിയാണ്. സഹപൂച്ചെടികളോട് ഞാനാ ടൈപ്പല്ല എന്ന് പറയുന്ന കക്ഷി സാധാരണ പൂക്കളിൽ നിന്ന് വ്യത്യസ്തമാർന്ന നിരവധി സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നു. ആയിരത്തി 1768 ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ലൂയിസ് ആന്റണി ഡി ബൂഗൻവില്ലിന്റെ നേതൃത്വത്തിൽ നടന്ന പര്യവേഷണത്തിലാണ് ഈ ചെടി ആദ്യമായി കണ്ടെത്തുന്നത്. ദക്ഷിണ അമേരിക്കയിലെ ബ്രസീലിൽ നിന്നാണ് ഇതിന്റെ വരവ്. ബൂഗൻവില്ലയിൽ നാം കാണുന്ന ചുവപ്പ്, പിങ്ക്, മഞ്ഞ നിറങ്ങളിലുള്ളവ യഥാർത്ഥത്തിൽ പൂക്കളല്ല. അത് ബ്രാക്റ്റികൾ അഥവാ സഹപത്രമാണ്. ബ്രാക്റ്റികൾ ഇലകളുടെ ഒരു രൂപമാറ്റമാണ്. ഇതിനുള്ളിലായി കാണപ്പെടുന്ന വളരെ ചെറിയ വെളുത്ത നിറത്തിലുള്ള ഭാഗമാണ് യഥാർത്ഥ പൂവ്. രണ്ടാമതായി, തേനീച്ചകളെയും ശലഭങ്ങളെയും ആകർഷിക്കാൻ സുഗന്ധം പൊഴിക്കുന്ന ഏർപ്പാട് ബുഗൻവില്ലയ്ക്കില്ല. അടുത്തത്, വെയിലിനെ കൂസാതെ വേനൽക്കാലത്ത് അടിച്ചു പൊളിച്ച് പൂവിടും. വെള്ളം കുറവുള്ള സാഹചര്യമൊന്നും ബുഗൻവില്ലയ്ക്ക് ഒരു പ്രശ്നമല്ല. മൊത്തത്തിൽ കാര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ നല്ല കരുത്തുണ്ട്. മഴക്കാലത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളപ്പോൾ ആദ്യം മഴയുള്ളപ്പോൾ അധികം വെയ്യത്തില്ലെന്നേ ഉള്ളൂ, ഉണ്ടാകത്തില്ലെന്നേ ഉള്ളൂ പൂക്കൾ. അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ പരിചരിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ബ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി, വെള്ളം കൊടുത്താൽ മതി. വളരെ തുച്ഛമായിട്ടുള്ള വളത്തിൻ്റെ ആവശ്യമേ വരുള്ളൂ. എന്നാൽ കൂടിയ വളങ്ങൾ അങ്ങനത്തെ ഒന്നും വേണ്ട. അതുകൊണ്ട് നമുക്കതിനകത്ത് താല്പര്യമുണ്ട്. അതല്ലേ പെട്ടെന്ന് ആകാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് കൊല പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പണ്ട് തൊട്ടേ ഇവിടെ വന്ന് ഇതുപോലെ തന്നെ ഞങ്ങൾ പല വെറൈറ്റി മേടിച്ചിട്ടുണ്ട്. ഒത്തിരി ഇമ്പോർട്ടഡ് വെറൈറ്റീസാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു ഭംഗിയുണ്ട്. സാധാരണ കാണുന്ന ബൊഗെയിൻവില്ലയിലും വ്യത്യസ്തമായിട്ടുള്ള ബൊഗെയിൻവില്ലയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മിക്കതും നാടൻ വെറൈറ്റി അല്ല. അപ്പോൾ അതും ഒരു വലിയൊരു ആകർഷണം തന്നെയാണ്. ഇത് ഈ പൂക്കളോട് ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതൽ താല്പര്യം തോന്നും വെറൈറ്റി അനുസരിച്ച്. വിരിയുന്നിടം പൂന്തോട്ടമാണോ പുറമ്പോക്കാണോ വഴിയരികാണോ എന്നതൊന്നും ബുഗൻവില്ലയ്ക്കൊരു വിഷയമല്ല. എവിടെയായാലും വളർന്ന് പടർന്നു നിൽക്കും. ഒരു ചില്ല ഒടിച്ചു നട്ടാൽ ജാടയില്ലാതെ കിളിർക്കുകയും ചെയ്യും. നമുക്കൊക്കെ ഇഷ്ടമുള്ള ബോഗൻവില്ല ഇഷ്ടം പോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്. ഒന്നാമത് എപ്പോഴും പൂക്കളുണ്ട്, നോക്കാൻ വലിയ പാടില്ല. ഇപ്പോൾ ഇതാ ഞങ്ങളുടെ അവിടെയൊക്കെ വലിയ ട്രെൻഡായിരിക്കും. യൂട്യൂബിൽ കണ്ടുവന്ന
അങ്ങനെയുള്ള ബുഗെയിൻവില്ലകളുടെ 100 കണക്കിന് വ്യത്യസ്ത ഇനങ്ങളാണ് വരാപ്പുഴ ഒളനാടുള്ള ജിമ്മി കല്ലൂരിൻ്റെ അൽപൈൻ റോസ് ഗാർഡനിലുള്ളത്. 250ഓളം വെറൈറ്റീസുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. അതെ, അതിനകത്ത് നമ്മൾ കൂടുതൽ നമുക്ക് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതും കൂടുതൽ പൂവുള്ളതുമാണ് ഇപ്പോൾ നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് ചില അസൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പുഷ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പിടിപ്പിക്കുന്നത്. ഇങ്ങനെ നാട് നീളെ പൂത്തു നടന്നിട്ടും ബുഗെയിൻവില്ലയുടെ വിപണി മൂല്യത്തിന് ഒട്ടും കുറവില്ല. 350 രൂപ മുതൽ 3500 രൂപ വരെ വിലയെത്തുന്ന വ്യത്യസ്ത ഇനങ്ങൾ. ആദ്യം ഒരു 200 രൂപയുടെ കുറച്ച് പാക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് അതൊക്കെ തീർന്നുപോയി. അപ്പോൾ അധികവും ഞങ്ങൾ ഈ 2 ഫീറ്റിൻ്റെ ഒരു 2 വർഷമായ പ്ലാന്റാണ് സാധാരണ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൂർണ്ണമായിട്ടും അത് നല്ല ദൃഢമായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ഒരിക്കലും അത് ചീത്തയായി പോവില്ല. പിന്നെ എന്തെങ്കിലും അമിത വളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ എന്തെങ്കിലും അങ്ങനെ പറ്റിയാലുള്ളൂ, എന്നാലും അത് പിടിച്ചു വരും. അതായത് അത്രയ്ക്ക് സ്ട്രോങ് പ്ലാന്റുകളാണ് ഇപ്പോൾ ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. മുൻപ് 1-2 നിറങ്ങൾ മാത്രമായിരുന്നു ലഭ്യമെങ്കിൽ ഇന്ന് നിരവധി ഇനങ്ങളുണ്ട്. പൂക്കൾ, ബ്രാക്റ്റുകൾ, തണ്ടുകൾ എന്നിവയിലെ വ്യത്യാസം കണ്ടറിഞ്ഞ് അവയെ ഓരോന്നും തേടിപ്പിടിച്ച് സ്വന്തമാക്കുന്ന നിരവധി ഉദ്യാന പ്രേമികളുണ്ട്. ആദ്യകാലത്ത് എൻ്റെ അടുത്തൊരു 40 കളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു 40ഓളം വെറൈറ്റികൾ ആയിരുന്നു ആദ്യത്തെ ഒരു വെറൈറ്റികൾ. അതും വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് 40 കുറച്ച് നമ്മൾ കളക്ട് ചെയ്തിട്ടാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ആയത്. യൂട്യൂബും ഒക്കെ അങ്ങനെയുള്ള രീതികളുണ്ട്. പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഇപ്പോൾ ഇടുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓരോ സ്ഥലത്തു നിന്നും ആൾക്കാർ നമ്മൾ തേടി വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ഒരു വലിയൊരു ട്രെൻഡായി മാറി. അതെ. പിന്നെ നല്ല പൂക്കളമാണ്, നിറയെ പൂ ഉണ്ടാവുകയും ചെയ്യും. വർഷങ്ങൾ മുമ്പ് നഴ്സറി രംഗത്തെത്തിയ ജിമ്മി ബുഗെയിൻവില്ലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് 25 വർഷം പിന്നിടുന്നു. ഇപ്പം 43ാമത്തെ വർഷമാണ്. എനിക്ക് നമ്മുടെ വരാപ്പുഴയിലെ ആദ്യത്തെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു, ആൽപൈൻ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ എല്ലാവിധ ചെടികളും ഉണ്ടായിരുന്നു. ഈ അത്യാവശ്യം വലിയ നഴ്സറി അല്ലായിരുന്നു, ചെറിയൊരു നഴ്സറി ആയിരുന്നു. പക്ഷേ അതിനകത്ത് എല്ലാവിധ റോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ ബൊഗെയിൻവില്ല എന്നുള്ള ഈ കടലാസ് പൂവാണ് ഏറ്റവും നന്നായിട്ട് പുഷ്പിക്കുകയും കൂടുതൽ കാലം നിൽക്കുകയും ഒരുപാട് ആയുസ്സുണ്ട് അതിന്. വേറെ പിന്നെ മരുന്നടി അങ്ങനെയൊന്നും നമുക്ക് ആവശ്യമില്ല. അത് പൂ പോയാലും വീണ്ടും വീണ്ടും പൂക്കളുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണെന്ന് നമുക്കത് മനസ്സിലായി. എനിക്കും ബൊഗെയിൻവില്ലയോട് കുറച്ച് കാര്യമായിട്ട് തോന്നുകയും ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ബൊഗെയിൻവില്ല മാത്രം ആക്കിയത്. രോഗ കീടബാധകൾ തീരെയില്ലെന്നതും പരിപാലനം വളരെ കുറച്ച് മതിയെന്നതും വർഷങ്ങളോളം നിലനിൽക്കുമെന്നതും ബൊഗെയിൻവില്ലയെ ഉദ്യാനത്തിലെ താരമാക്കുന്നു. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർക്കാണ് ഇതിനോടൊരു താല്പര്യം. പിന്നെ പുരാതന വീടുകളിലെല്ലാം നല്ല വണ്ണമുള്ള കടകളും എല്ലാം പണ്ട് തുടങ്ങിയുണ്ട്. ഒരു റോസ് കളറും ഒരു വൈറ്റും കൂടിയ ഒരു ചെടി എല്ലാ വീടുകളിലും പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ മുമ്പ് കാരണവന്മാർ വെച്ചേക്കുന്ന ചെടികളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ വിദേശ വെള്ളക്കാർ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. ഇപ്പം ഞാനിത് ഇപ്പോൾ ഏറ്റവും പഴക്കമുള്ളത് ജർമ്മനിയിലെ ബോട്ടാണിക് ഗാർഡനിൽ 350 വർഷം പഴക്കമുള്ളത് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആയുസ് നമ്മളെക്കാട്ടിയും വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മളൊരു ചെടി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ കെട്ടുപോകില്ല, അത് നിന്ന് ആ വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോവാം. പിന്നെ നമ്മളിവിടെ കുറച്ചുകൂടി അട്രാക്ഷന് വേണ്ടി വളങ്ങളും ഇതെല്ലാം കൃത്യമായിട്ട് കൊടുക്കും. അതാണ് ഈ കൂടുതലായിട്ടുള്ള പൂവുണ്ടാകാനായിട്ടുള്ള സാധ്യത. പിന്നെ ഇതിൻ്റെ ചെടിയുടെ ഇലയുമ്പോൾ അധികം വെള്ളം വീഴുന്നത് നല്ലതല്ല. അപ്പോൾ ഇലകളെല്ലാം ഡ്രൈ ആയിട്ടിരിക്കണം. ഈ ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴും മാത്രമേ അത് പുഷ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇല ഇങ്ങനെ കൂടുതലായിട്ട് വരും. പിന്നെ ഈ നൈട്രജൻ കൂടുതൽ വന്നാലും ഇലകളായി പോകും. അപ്പോൾ ചാണാനൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇലയായിരിക്കും കൂടുതൽ വന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ അത് മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഇതേപോലെ പുഷ്പങ്ങളുണ്ടാവും. നാടൻ ഇനങ്ങൾ വർഷത്തിൽ 2-3 തവണ പൂടുമ്പോൾ പുതിയ ഇനങ്ങൾ കുറഞ്ഞത് 6-7 തവണ പൂക്കും. പല പുതിയ ഇനങ്ങൾക്കും മുള്ളുകളില്ല. ബലം കുറഞ്ഞ വള്ളി പോലുള്ള കമ്പുകളാണ് ഇവയ്ക്കുള്ളത്. ഇവ അനായാസം വള്ളിച്ചെടിയായി പടർത്തി കയറ്റാം. ഒരു 2 ഫീറ്റുള്ള പ്ലാന്റാണ് ഇപ്പോൾ ഞങ്ങൾ അതിൽ കൂടുതലായിട്ട് സ്റ്റോക്കുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പൻ പിണ്ണാക്ക്, പിന്നെ 2-3 കഷ്ണം കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂടി ഇടും. ഇട്ടിട്ട് അതൊരു അടിസ്ഥാന വളമാണ്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊന്ന് തൂകിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പാക്കറ്റ് വെക്കുന്നത്.
പിന്നീട് കുറച്ച് DAPയോ അല്ലെങ്കിൽ ഇത്തിരി ഫാക്ടംബോസോ അതേപോലെയുള്ള വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് നല്ല ഹെൽത്തി ആയിട്ട് വരും. ഇപ്പോൾ പല വീട്ടമ്മമാരുടെയും വരുമാനമാർഗമാണ് ബുഗൻവില്ല ചെടികൾ. പലതും കമ്പ് നട്ട് വളർത്തിയെടുക്കാം. എന്നാൽ പുത്തൻ ഇനങ്ങൾ തൈകൾ പതിവെച്ചോ ഗ്രാഫ്റ്റ് ചെയ്തോ മാത്രമേ വളരൂ. ഒരു 2 അടി 3 അടിയൊക്കെ ആണെങ്കിൽ ബുഷായിട്ട് നമുക്ക് വെക്കുമ്പോൾ ഒരു മനോഹരമായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് കുറച്ച് വലുതായി കാണുമ്പോൾ ഒരു ഭയങ്കര മനോഹരമാണ്. ഈ കാണുന്ന പോലെ എല്ലാം നിറച്ച് പൂക്കൾ ആകും. ഞങ്ങളാണ് ആദ്യമായിട്ട് ഇത് പൊക്കി വലുതാക്കിയ ആൾക്കാർ, ഈ ചെടി വലുതായി വളർത്തിയ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണത്. പിന്നെ അത് നല്ല ബുഷായിട്ട് നിൽക്കുമ്പോൾ അതിലും കൂടുതൽ ഭംഗിയാണ്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലുള്ള പ്രത്യേകത. നടാൻ ഉപയോഗിക്കുന്ന ഇളന്തണ്ടിൻ്റെ തലപ്പ് നീക്കി തൊട്ടു താഴെ 5 ഇഞ്ച് നീളത്തിലുള്ള ഭാഗം മുറിച്ചെടുത്ത് ഞെട്ട് മാത്രം നിർത്തി ഇലകൾ കളയണം. മുറിഭാഗത്ത് നിന്ന് വേരുകൾ ഉണ്ടാകാൻ ചിരട്ടക്കരിയും റൂട്ടെക്സും കലർത്തിയ മിശ്രിതം നല്ലതാണ്. കമ്പിൻ്റെ മുറിഭാഗം ഈ മിശ്രിതത്തിൽ മുക്കിയ ശേഷം നടാം. ആറ്റുമണലും ചകിരിച്ചോറും കലർത്തി കുതിർത്തെടുത്ത ശേഷം മിശ്രിതത്തിൽ കമ്പ് നടാം. 4, 5, 7 എത്ര വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ച് പിടിപ്പിച്ചെടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ അധികവും ചെയ്യുന്നത് ഒറ്റക്കൊറ്റക്കുള്ള പ്ലാന്റുകളാണ്. നമ്മൾ ഒട്ടിക്കുന്നത് കറക്റ്റായിട്ട് അത് നമ്മൾ മെയിൻറ്റെയിൻ വേണം. അതായത് അതിൻ്റെ മാതൃക വൃക്ഷത്തിൽ നിന്നുള്ള ഷൂട്ട് വരാതെ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ ഈ ഒട്ടിച്ചേക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ഷയിച്ചു പോകും. കമ്പ് നട്ട ശേഷം പ്ലാസ്റ്റിക് കവർ കൊണ്ടോ അല്ലെങ്കിൽ വായ്ഭാഗം തുറന്ന പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടോ മൂടി ഉള്ളിലെ ഈർപ്പാവസ്ഥ കൂട്ടുന്നത് പുതിയ തളിർപ്പുകൾ ഉണ്ടാകാൻ സഹായിക്കും. കമ്പ് നട്ട ശേഷം തണലത്ത് വെച്ച് സംരക്ഷിക്കുന്നത് ഗുണം ചെയ്യും. ഒരുപാട് ഈർപ്പം അത്ര നല്ലതുമല്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഈർപ്പത്തിൻ്റെ ഇതെല്ലാം ഒന്ന് കൺട്രോളിങ് ആക്കണം. പിന്നെ കാറ്റും ഇതിന് ചെറിയൊരു കാറ്റടിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ഇളക്കം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടൊക്കെ പോയി പോകും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് പിടിപ്പിച്ചെടുക്കാൻ. ഞങ്ങളൊരു 10-100 കുത്തുമ്പോൾ ഒരു 10-20 കിട്ടണുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാമായിരുന്നു. കുറേ ഡാമേജ് ആയിട്ടൊക്കെ പോകും. അപ്പോൾ പല മെത്തേഡും ഏതെല്ലാം മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ മെത്തേഡുകളും ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ പിടിപ്പിച്ചു വരുന്നത്. പൂക്കൾ വന്നു കഴിഞ്ഞാൽ നന്നായി നനയ്ക്കണം. മുകളിലേക്ക് കുത്തനെ വളർന്നു പോകുന്ന കമ്പുകളിൽ കാര്യമായി പൂവിടാറില്ല. ഇത്തരം കമ്പുകൾ ഉണ്ടായി വരുമ്പോൾ തന്നെ മുറിച്ചു കളയണം. കമ്പ് കോതിയ ചെടി അധികമായി പുഷ്പിക്കാൻ റോക്ക് ഫോസ്ഫേറ്റും പൊട്ടാസ്യം നൈട്രേറ്റും അടങ്ങിയ കൂട്ടുവളം നൽകാം. മണ്ണിൽ വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ചെടിച്ചട്ടിയിലാണെങ്കിൽ ഒരു 4 പ്രാവശ്യം പൂവിടുമ്പോഴും മണ്ണിലാണെങ്കിൽ അതൊരു 2 പ്രാവശ്യമായിട്ടൊക്കെ കുറയും. അതായത് മണ്ണിലാവുമ്പോഴേക്കും ഒരുപാട് വെള്ളവും വളവും എല്ലാം ഇത് വലിച്ചെടുക്കും. അപ്പോൾ ആ ചെടി കുറച്ച് മടിയന്മാരാകും. അതായത് എല്ലാം കെട്ടിക്കഴിയുമ്പോഴേക്കും അവർക്ക് ഇത് അങ്ങോട്ട് പുഷ്പിക്കാനുള്ള ടെൻഡൻസികൾ ഒക്കെ കുറഞ്ഞു പോകും. അപ്പോൾ ചട്ടിയിലാണെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള വളവും വെള്ളവും ഒക്കെ കിട്ടുള്ളൂ. ഇനി അനാവശ്യമായിട്ട് എന്തെങ്കിലും വീണാൽ തന്നെ വെള്ളമെല്ലാം വാർന്നു പോകും. അപ്പോൾ ഈ ചെടിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ബുഗൻവില്ലയുടെ 200 ഇനങ്ങളിൽ 50ഓളം ഇനങ്ങളുടെ തൈ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട് ജിമ്മി കല്ലൂർ. വള്ളിച്ചെടിയാണെങ്കിലും വെട്ടിയൊതുക്കി ബോൺസായി രീതിയിലാണ് പലരും വളർത്തുന്നത്. എല്ലാം വിദേശത്ത് നിന്ന് വന്നതാണിത്. ഇന്ത്യക്കും ഇത് ഉൽപ്പാദന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഡൽഹിയിലൊക്കെ ഉണ്ട് ഇതിൻ്റെ. പിന്നെ ലക്നൗവിലൊക്കെ ഉണ്ട്. ഞാൻ പോയിട്ടുണ്ട് ലക്നൗവിലും അങ്ങനെയുള്ള എല്ലാ സ്ഥലത്ത്. പിന്നെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ബോയിൻവില്ലകൾ ഉണ്ട്. നമുക്കും ഉണ്ട്. മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സൺറൈസ് വൈറ്റ്, സിൽവർ റെഡ്, ആഷ് വൈറ്റ്, ടൈഗർ ഓറഞ്ച്, പർപ്പിൾ ക്വീൻ, ബ്ലൂബെറി, ചൈന റെഡ്, യെല്ലോ ജൂലി എന്നിങ്ങനെ വിപണിയിലെ പ്രമുഖരെല്ലാം ജിമ്മിയുടെ നഴ്സറിയിലുണ്ട്. മഹാറാണി, അടർണ, പിന്നെ സുവർണ വെറൈറ്റികൾ ഇപ്പോൾ പുതിയതായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതെ, ഇപ്പോൾ ഒരു 10-250ഓളം വെറൈറ്റി ഞങ്ങൾക്ക് തന്നെ ഇവിടെ സ്റ്റോക്കുണ്ട്. വാട്ടർമെലൺ, കിസ്, അങ്ങനെ ഒരു ചെടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വേരിക്കിറ്റഡ് ഇറങ്ങും. പിന്നെ അത് തന്നെ വേറെ ഇലകൾ വ്യത്യാസമായിട്ട് ഇറങ്ങും. അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്. ചിലപ്പോൾ ആദ്യം ഇറങ്ങുന്നതിനെക്കാട്ടിയും പിന്നെ വന്നത് ഗോൾഡൻ ലീഫായിരിക്കും. അപ്പോൾ അതിന് വേറൊരു നെയിമായിരിക്കും. എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല. പണ്ട് നമുക്ക് ഒരു 5-10 കളറുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. എല്ലാ ദിവസവും ഒരു വെറൈറ്റികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കും തന്നെ അറിയില്ല. അത് ഓരോ രാജ്യങ്ങളുടെ വെറൈറ്റിയാണ്. പണ്ടൊക്കെ ഒരു ചെടി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ അത് കിട്ടൂല. അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല. ഇന്ന് അങ്ങനെയല്ല. പെട്ടെന്ന് തന്നെ ഇൻ്റർനെറ്റിലൊക്കെ ഇതിൻ്റെ ഫോട്ടോ വന്ന് അത് കളക്ട് ചെയ്യാനുള്ള ആൾക്കാരുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് നമുക്കിത് ലഭ്യമാകാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടാണ് ഇപ്പം. വിദേശത്ത് നിന്ന് വരുന്ന വഴിക്ക് പാതിരാത്രി പോലും ആവശ്യക്കാർ ഇതിനായി തേടിയെത്തും. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മണ്ണും ചേരുന്നതാണ് ബുഗൻവില്ലയുടെ നടീൽ മിശ്രിതം. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് 5 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഇടയ്ക്ക് ചുവട്ടിലൊഴിക്കുന്നത് പൂവിടാൻ കൂടുതൽ സഹായകരമാവും. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന്
ഈ വരുന്നവരുണ്ട്. അവർ ഈ 2 മണിക്കൊക്കെ ആയിരിക്കും നമ്മളുടെ ഇവിടെ വരുന്നത്. പക്ഷേ അവർ നേരത്തെ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും. അത് കോട്ടയംകാരാണ് ഏറ്റവും കൂടുതൽ ഇനി ഇൻഡസ്ട്രി. പിന്നെ റാന്നി, പത്തനംതിട്ട, ട്രിവാൻഡ്രം വരെയുള്ള ആൾക്കാരുകൾ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കയറിയിട്ട് പോകും. അപ്പോൾ നേരത്തെ തന്നെ അത് പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങളത് ഒരു ബോക്സിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ടാകും. പിന്നെ അവർക്കും ഈ ഇടം സന്ദർശിക്കണമെന്നുണ്ടാവും, ഞങ്ങൾക്കും സന്തോഷം. മതിലുകൾ അലങ്കരിക്കാനും ഗേറ്റുകൾക്ക് മുമ്പിൽ പടർത്താനും ബോൺസായി വളർത്താനും ഈ പൂ മികച്ചതായതിനാൽ ബുഗെയിൻവില്ലയുടെ 2ാം വരവ് കൂടുതൽ ഗംഭീരമാണ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.